ഒ.വി. വിജയന്റെ ജന്മദിനത്തിൽ ഈ ഇതിഹാസകാരന്റെ കഥാഭൂമിയിലേക്ക് ഒരു യാത്രയായാലോ? ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ രചനയ്ക്ക് പ്രചോദനമായ തസ്രാക്കിലേക്ക്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ നായകൻ രവി താമസിച്ച ഏക അധ്യാപക വിദ്യാലയം നടത്തിയതായി പറയുന്ന സ്ഥലമായ തസ്രാക്കിലെ ഞാറ്റുപുരയാണ് ഒ.വി. വിജയന്റെ സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നത്. വിജയൻ ജനിച്ചതോ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയതോ ഈ ഞാറ്റുപുരയിൽ വെച്ചല്ല. അതെ, കഥാപാത്രം ജീവിച്ചിരുന്ന സ്ഥലത്ത് കഥാകാരന് സ്മാരകം. അതായത് മലയാള നോവൽ ചരിത്രത്തിൽ അതുവരെയില്ലാത്ത ഒരു ആഖ്യാന ശൈലിയും ഭാവനാലോകവും കൊണ്ടുവന്നു എന്നതാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ പ്രസക്തി. മനുഷ്യരും പ്രകൃതിയും വിശ്വാസങ്ങളും പ്രേതങ്ങളും യുക്തിയും അയുക്തിയുമെല്ലാം ചേർന്ന ഒരു മാന്ത്രിക ലോകമാണ് ഒ.വി. വിജയൻ ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ഒ.വി. വിജയന്റെ കഥാസന്ദർഭങ്ങളെ സിമെന്റിൽ ചെത്തിയെടുത്ത വലിയ മനോഹരമായ കവാടം കടന്നുവേണം തസ്രാക്കിലേക്ക് പ്രവേശിക്കാൻ. റോഡിനോട് ചേർന്ന് മനോഹരമായി വെട്ടിയൊതുക്കിയ പൂന്തോട്ടവും അതിലും മനോഹരമായി കൊത്തിയെടുത്ത ശില്പങ്ങളും നിറഞ്ഞ ഒരു വളപ്പിലാണ് ഞാറ്റുപുര സ്ഥിതി ചെയ്യുന്നത്. ഒ.വി. വിജയന്റെ സഹോദരി ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപികയായി തസ്രാക്കിൽ വന്നപ്പോൾ താമസിച്ച സ്ഥലമാണ് ഈ ഞാറ്റുപുര. ഒ.വി. വിജയൻ 3 ആഴ്ചയോളം സഹോദരിയോടൊപ്പം ഇവിടെ താമസിച്ചിരുന്നു. ഇവിടെ കണ്ട ആളുകളുടെയും അനുഭവങ്ങളുടെയും ഭ്രമാത്മക ഭാവനയാണ് 12 വർഷത്തിന് ശേഷം ഖസാക്കിന്റെ ഇതിഹാസമായി പുറത്തുവരുന്നത്. ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ സഞ്ചരിച്ചവർക്ക് നല്ലൊരു അനുഭവമാണ് തസ്രാക്ക് സന്ദർശനം. കളപ്പുര, അത് ഒരു രാഘവൻ നായർ എന്നുള്ള ഒരു വ്യക്തിയുടെ കളപ്പുരയായിരുന്നു. ആ കളപ്പുര അതേപടി നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് ഈ സ്മാരകം പണിതിരിക്കുന്നത്. ഈ സ്മാരകത്തിൽ മെയിനായിട്ട് കാണാനായിട്ടുള്ളത്, സ്മാരകത്തിൽ ആദ്യം കാണുന്ന ആ ഞാറ്റുപുരയും അതിനകത്തുള്ള ഗാലറികളും, ഫോട്ടോ ഗാലറി, കാർട്ടൂൺ ഗാലറി ഉണ്ട്, പിന്നെ ഒരു ലെറ്റേഴ്സ് ഗാലറി ഉണ്ട്, പിന്നെ ഒരു ലൈവ് തിയേറ്ററും അതിനകത്ത് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അതിനോട് തുടർച്ചയായിട്ട് അതിന് മതിലിനോട് ചേർന്ന് 90ഓളം ശില്പങ്ങൾ 4 ശില്പികൾ ചേർന്ന് ചെയ്തത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളും തന്തുക്കളും ബാക്കി അതിലെ കഥാസന്ദർഭങ്ങളും ചേർത്തിട്ടുള്ള ഒരു ശില്പവനം നമ്മൾ ഇതിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. അത് ആ ശില്പവനത്തിലോട്ട് പോകുന്ന വഴിയിൽ തന്നെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പ്രതിപാദിക്കുന്ന അറബിക്കുളം എന്നുള്ളത്. ആ അറബിക്കുളം സ്മാരകത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സ്മാരകത്തിൻ്റെ പാർട്ടായിട്ട് തന്നെയായിരിക്കുന്നതാണ്. അതും നമ്മൾ ഈ സ്മാരകത്തിന് വേണ്ടിയിട്ട് അറബിക്കുളം സംരക്ഷിച്ചു വരുന്നു. 3 കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള പെയിൻറ്റിങ്സും അതിനകത്തുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രതിമ ബാക്ക് സൈഡിൽ ഇതിന് മുൻപിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലത്തെ നിലയിലായിട്ട്, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലായിട്ട് ഒരു ഗാലറി സമുച്ചയം ഒരുക്കിയിട്ട്, ഫോട്ടോ ഗാലറി, കാർട്ടൂൺ ഗാലറി, ലെറ്റേഴ്സ് ഗാലറി, ഇല്ലസ്ട്രേഷൻ ഗാലറി, അതുകൂടാതെ ഒരു കാലിയോഗ്രാഫി കോർണർ, പിന്നെ ഒരു സോവനീർ കോർണർ, ഇത്രയും ചേർന്നിട്ടുള്ളതാണ് സ്മാരകം. ഈ സ്മാരകം ഇന്ന് ഒരു ദിവസേന ഒരു 200-200ൻ്റെ അടുത്തോളം ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിന് നാൾക്കുനാൾ ഇത് കാണാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. 3 മുറികളും ഒരു വരാന്തയുമാണ് ഞാറ്റുപുരയ്ക്കുള്ളത്. വശങ്ങളിലുള്ള 2 മുറികളിലും ഒ.വി. വിജയന്റെ ഫോട്ടോകളുടെയും അദ്ദേഹം വരച്ച കാർട്ടൂണുകളുടെയും എല്ലാം ഗ്യാലറിയാണ്. നെല്ല് സൂക്ഷിച്ചിരുന്ന നടുവിലത്തെ മുറിയിലാണ് ഒ.വി. വിജയൻ ലൈവ് തിയേറ്റർ. പുല്ലുവിരിച്ച മുറ്റത്ത് വിജയന്റെ ശില്പവുമുണ്ട്. ഞാറ്റുപുരയുടെ കിഴക്കുഭാഗത്തുള്ള വഴി അവസാനിക്കുന്നത് അറബിക്കുളത്തിലേക്കാണ്. കുളത്തിലേക്കുള്ള വഴിയുടെ വശങ്ങളിൽ കഥാപാത്രങ്ങളുടെ കരിങ്കൽ ശില്പങ്ങളുണ്ട്. ഞാറ്റുപുരയുടെ പുറകിലുള്ള കെട്ടിടത്തിൽ ഒ.വി. വിജയൻ സ്മാരകത്തിന്റെ ഓഫീസും ലൈബ്രറിയും പ്രദർശനശാലയും പ്രവർത്തിക്കുന്നു. താഴെ നിലയിലെ ഓഡിറ്റോറിയത്തിന്റെ ചുമരുകളിൽ വിജയന്റെ കഥാസന്ദർഭങ്ങൾ കലാകാരന്മാർ ചുമർ ചിത്രങ്ങളായി ആലേഖനം ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ ലൈബ്രറിയും വിജയന്റെ ഫോട്ടോകളും കാർട്ടൂണുകളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും കത്തുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. സ്നേഹത്തിനും അഭിമാനത്തിനും ധനത്തിനും കാമത്തിനും അടിമപ്പെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ കഥ പറഞ്ഞ ഖസാക്കിന്റെ ഇതിഹാസം പിറക്കാൻ ഒ.വി. വിജയന് പ്രേരണയായ എന്തോ ഒന്ന് ഈ ഭൂമികയിലുണ്ടെന്ന് ഇവിടം കണ്ടങ്ങിറങ്ങുമ്പോൾ തീർച്ചയായും മനസ്സിൽ തോന്നാതിരിക്കില്ല. യുഡിവി ന്യൂസ്, പാലക്കാട്.